الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിന്റെ പകുതിയാകുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള വാക്കുകളാണ് ബറാഅത്ത് രാവ്, ബറാഅത്ത് നോമ്പ് എന്നെല്ലാം. യഥാർത്ഥത്തിൽ എന്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു വാക്ക് തന്നെ യഥാർത്ഥത്തിൽ നസ്സുകളിൽ എവിടെയും വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിന്റെയോ ആധികാരികമായ എന്തെങ്കിലും പരാമർശങ്ങളിൽ അങ്ങനെ ഒരു രീതി നമ്മൾ കാണുന്നില്ല. ബറാഅത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോചനം അഥവാ ഒഴിവാകൽ എന്നൊക്കെയാണ്. അങ്ങനെ ഇത് വാദിക്കുന്ന ആളുകൾ പറയുന്നത് അന്നേ ദിവസം അനേകം ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഈ ഒരു ആചാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാത്രി ശഅബാൻ മാസത്തിന്റെ പകുതിയിൽ അതിന്റെ രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ കൂട്ടുപിടിക്കുന്നത് പലപ്പോഴും മൗദൂഅോ ദഈഫോ ആയിട്ടുള്ള ഹദീസുകളെയാണ്. മൗദൂഅ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചത് എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പോലുമല്ലാതെ നബിയുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന റിപ്പോർട്ടുകൾക്കാണ് ഹദീസിന്റെ സാങ്കേതിക പദത്തിൽ മൗദൂഅ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദഈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ദുർബലമായിട്ടുള്ള വചനങ്ങളാണ്, അഥവാ തെളിവിനെ കൂട്ടുപിടിക്കാൻ സാധിക്കാത്ത ഹദീസുകളാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഹദീസുകളാണ് ഈ ബറാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്നിട്ടുള്ള ഹദീസുകളിൽ സിംഹഭാഗവും അത്തരം ഹദീസുകളാണ്. എന്നാൽ ശഅബാൻ മാസത്തിന്റെ പകുതിയുമായി ബന്ധപ്പെട്ട് തെളിവിനെ പിടിക്കാവുന്ന ഹസനായിട്ടുള്ള ഒരു ഹദീസ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തി നോക്കും ഇലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിലേക്ക്, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ രാവിൽ അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. ഫയഗ്ഫിർ ലിഇബാദിഹി ഇല്ലാ ലിസ്നൈൻ, എന്നിട്ട് അവന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ല മുശാഹിൻ വഖാതിൽ നഫ്സ്, രണ്ട് കൂട്ടരൊഴികെ. അതിൽ ഒരു ആൾ മുശാഹിൻ, മറ്റുള്ള ആളുകളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നയാളെന്നാണ്. രണ്ടാമതായി വഖാതിൽ നഫ്സ്, സ്വന്തത്തെ ഹനിച്ചു കളയുന്ന അല്ലെങ്കിൽ ജീവിതം നശിപ്പിച്ചു കളയുന്ന, ആത്മഹത്യ ചെയ്യുന്നയാള് എന്നാണ്. ഇങ്ങനെ ഒരു ഹദീസ് അല്ലാതെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആശയങ്ങളുള്ള ഹദീസ് അല്ലാതെ മറ്റൊന്നും തന്നെ ഈ ശഅബാൻ മാസത്തിന്റെ പകുതിയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠതയുള്ളതായി സഹീഹായോ ഹസനായോ തെളിവിനെ പിടിക്കാവുന്ന ഒരു ഹദീസായോ വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവിലെ പ്രത്യേക നമസ്കാരമോ ബറാഅത്തിന്റെ ശഅബാൻ അതിന്റെ പകുതിയിലെ അതിന്റെ പ്രത്യേകമായിട്ടുള്ള നോമ്പോ അത് പ്രോത്സാഹിപ്പിക്കരുത്. അത് നമ്മൾ തീർച്ചയായും അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി കൊണ്ടുവന്ന കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ ളലാലത്തുകളും തന്നെ നരകത്തിലുമാണെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ്. അതിൽ നിന്നുമാണ് നമുക്കതിന് പ്രചോദനം ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും ബാത്തിലിനെ കൃത്യമായി തന്നെ വിവേചിച്ചറിഞ്ഞ് അതിനെ കൈയൊഴിയാനും നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.